ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ ബിഗിനേഴ്സിന് ഡ്രൈവിംഗ് സീറ്റിൽ ഇതുപോലെ ഇരുന്ന് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിന്റെ ഇടതുഭാഗം ഒരു വലിയ പ്രശ്നമാണ് ഒരുപാട് തുടക്കക്കാർക്ക്. പലപ്പോഴും നമ്മളുടെ വാഹനത്തിന്റെ ഇടത് സൈഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പലർക്കും ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ട് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ മുന്നിലായിട്ട് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരു വാഹനമോ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കൃത്യമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്ത് വാഹനം തിരിച്ചെടുക്കാനായിട്ട് പലർക്കും ഒരു ബുദ്ധിമുട്ട് വരും. കാരണം നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ആളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി പോയി ഇടിക്കുമോ എന്നുള്ള ഒരു ഫിയർ പല ആൾക്കാർക്ക് ഡ്രൈവിംഗിൽ വരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വണ്ടിയുടെ ഇടതുവശം മനസ്സിലാക്കാനും നിങ്ങൾ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ ഒരു വാഹനം കിടപ്പുണ്ട്, ആ വണ്ടിയെ തട്ടാതെ നമുക്ക് കൃത്യമായിട്ട് ടേൺ എടുക്കണം. ചിലപ്പോൾ മുന്നിൽ ഒരു പോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മുന്നിൽ ഒരു ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നമ്മൾ എങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പിടികിട്ടി കഴിഞ്ഞാൽ വാഹനം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തിലും വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കോൺഫിഡൻസോടെ വണ്ടി എടുക്കാനായിട്ട് കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത്. അതായത് നമ്മൾ ഇതുപോലെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ട് ഈ പോസ്റ്റിന്റെ അകലത്തിൽ തന്നെ സെയിം ആയിട്ട് ഒരു അകലത്തിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. പലർക്കും തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് റോഡിലേക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് ഈ മുന്നിലുള്ള ഒബ്ജക്റ്റിനെ തട്ടാതിരിക്കാനായിട്ട് എങ്ങനെ ജഡ്ജ് ചെയ്ത് വണ്ടി എടുക്കണമെന്ന് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ വാഹനം മുന്നോട്ടെടുത്ത് പോകുന്ന സമയത്തും ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ മുന്നിലായിട്ട് മറ്റൊരു വണ്ടിയോ പോസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഈ ഡാഷ്ബോർഡിൻ്റെ എൻഡ് അല്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ എൻഡ് ലൈൻസ് നോക്കുക. ഈ ലൈൻസും അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന പോസ്റ്റിൻ്റെ അടിഭാഗവും അല്ലെങ്കിൽ മുന്നിൽ കിടക്കുന്ന കാറിൻ്റെ ടയറിൻ്റെ അടിഭാഗവും ഒരേ ലെവലിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടി, അതായത് ടയറിൻ്റെ അടിവശവും അതുപോലെ തന്നെ ഈ ഒരു ലൈൻസും പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരേ ലെവലിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫുൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ സൈഡിൽ പോസ്റ്റ് ആയിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ നിങ്ങളുടെ വാഹനം തട്ടാതെ ഇതുപോലെ പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയേ, പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡിലുള്ള പോസ്റ്റ് അല്ലെങ്കിൽ സൈഡിൽ കിടക്കുന്ന വണ്ടി നമുക്കിതുകൊണ്ട് ഈ എ പില്ലർ, ഈ കാണുന്നതാണ് എ പില്ലർ എന്ന് പറയുന്നത്, ഈ എ പില്ലറിന് ഇങ്ങേ സൈഡിലേക്ക് കാണാവുന്ന പരുവത്തിൽ ഈ പോസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചതുകൊണ്ട് എൻ്റെ വാഹനം ഇങ്ങോട്ട് എടുത്തു. ഇതുകൊണ്ട് ഈ പോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഈ എ പില്ലറിന് ലെവല് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ ഒടിച്ചു കൊടുത്ത് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഈ സൈഡിലുള്ള ഒബ്ജക്റ്റിനെ തട്ടാതെ ഇതുപോലെ നിങ്ങൾക്ക് നേരെ എടുക്കാനായിട്ട് കഴിയും. അത് സൈഡിൽ ഏതൊരു വാഹനമാണെങ്കിലും നിങ്ങൾക്ക് നിശ്ചിത സ്പേസ് ഇട്ട് എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ മിററൊക്കെ ചിലപ്പം എന്ത് ചെയ്യും, സൈഡിലുള്ള ഒബ്ജക്റ്റിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്, ഈ പോസ്റ്റിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ്,
ഇപ്പോൾ സൈഡിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് കണ്ടോ, ഈ ഒരു പോസ്റ്റ് ഏകദേശം നിങ്ങൾക്കതുണ്ട് ഈ ഒരു ലെവലിൽ, അതായത് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ലെവലിൽ കാണുന്ന പരുവത്തിന് നേരെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താലും, ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താലും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ സൈഡിലുള്ള പോസ്റ്റേ തട്ടത്തില്ല. ഇതുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതുണ്ടോ, ലെഫ്റ്റ് സൈഡിലെ മിറർ കൊണ്ടോ സൈഡിലുള്ള പോസ്റ്റേ തട്ടാതെ പ്രോപ്പറായിട്ട് നമുക്ക് നീക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ലെവലിൽ കാണുക. ഇനി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പാണ് എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ഒബ്ജക്റ്റുമായിട്ട് ഇടേണ്ടത്. മനസ്സിലായോ? അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റി പിടിക്കുക. അതായത് ഇപ്പോൾ സൈഡിലുള്ള ഇപ്പം ഞാൻ ഈ ഒരു ലെവലിലാണ് നോക്കുന്നതെങ്കിൽ ഈ സൈഡിൽ കാണുന്ന റോഡിൻ്റെ എൻഡും ഈ ഒരു ഭാഗവും ഈ ലെവലിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് സൈഡിലൂടെ ഒരാളൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു കാരണവശാൽ ആളെ തട്ടത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലും അതുപോലെ തന്നെ ആ റോഡിൻ്റെ എൻഡും ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ, ഈ ഒരു ലെവലിൽ വരുന്ന രീതിയിൽ നിങ്ങൾ നോക്കി ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ടോ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും സൈഡിൽ നടന്നു പോകുന്ന ഒരാളെ തട്ടത്തില്ല. നമ്മൾ അത്രത്തോളം ഒരു ഗ്യാപ്പ് ഇട്ടാണ് വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് പിടികിട്ടി. അതായത് സൈഡിലുള്ള ആളെ തട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും കൊടുക്കണം. പിന്നെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരികയാണ്. ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് പരമാവധി ഞാൻ എന്ത് ചെയ്യും, റോഡിൻ്റെ ലെഫ്റ്റ് കോർണർ, അതായത് എൻഡ് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. അതായത് ഈ ടാറിങ്ങിൻ്റെ എൻഡ് നമ്മൾ നോക്കി ഓടിക്കും. അപ്പോൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ സൈഡ് തന്നെ ശരി. പിന്നെ ഇതുപോലെ ഒരു വാഹനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ശകലം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റിയേക്കും, ഒരു ഇത്തിരി മാറ്റി സൈഡിലുള്ള വണ്ടികളൊക്കെ ആയിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ ഈ വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു നിശ്ചിത ഗ്യാപ്പ് സൈഡിലുള്ള വണ്ടിയായിട്ട് ഇടുന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒരുപാട് ചേരാതെ തന്നെ എന്ത് ചെയ്യും, ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിവിടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ എല്ലാ ദിവസവും ചെയ്തിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.